റഷ്യ യുക്രൈൻ സമാധാന നീക്കങ്ങൾക്ക് തിരിച്ചടി. യുക്രൈൻ്റെ ഡോൺബാസ് പ്രദേശം വിട്ടുകിട്ടണമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് നിലപാട്. പ്രകോപിപ്പിച്ചാൽ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്നും റഷ്യയുടെ ഭീഷണിയുണ്ട്. സമാധാന ശ്രമങ്ങൾ അട്ടിമറിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുവെന്നും പുടിൻ ആരോപിച്ചു. അമേരിക്കൻ മധു കൊട്ടാരക്കര ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ഇത് അങ്ങനെയൊന്നും എളുപ്പം തീർക്കാൻ പറ്റുന്നൊരു സംഭവമല്ലെന്ന് മനസ്സിലായി. ഗുഡ് മോർണിംഗ് എസ്കെൻ. അത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏൽക്കുന്നതിന് തൊട്ടുമുമ്പ് പറഞ്ഞത് 24 മണിക്കൂർ എന്നാണ്. പക്ഷേ ഇപ്പോൾ 1 വർഷം തികയാൻ പോവുകയാണ്. റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു വാർഷിക യോഗം നടന്നിരുന്നു. അവിടെയാണ് പുടിൻ ഇത്ര പ്രകോപനപരമായിട്ട് സംസാരിച്ചത്. സമാധാന ചർച്ചകൾക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് യുക്രൈനും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും പ്രതികരിച്ചില്ലെങ്കിൽ, നല്ല രീതിയിൽ അതിനോട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ റഷ്യ സൈനിക നടപടിയിലൂടെ കൂടുതൽ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്നൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം ഈ യോഗത്തിൽ നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, പുടിൻ പറയുന്നത് റഷ്യൻ സൈന്യം ഇപ്പോൾ ഫ്രണ്ട് ലൈനിൽ വളരെ ശക്തമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും ലക്ഷ്യങ്ങൾ നേടുന്നത് വരെ പിന്മാറില്ലെന്നും വ്യക്തമാക്കുകയുണ്ടായി. നിലവിൽ യുക്രൈന്റെ 19% ഭൂപ്രദേശങ്ങൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണെന്നാണ് പുടിൻ അവകാശപ്പെടുന്നത്. നമുക്കറിയാം 2014 ക്രിമിയ പിടിച്ചെടുത്തു. അതുകൂടാതെ ഡോൺബാസ്, കെർസൺ, അതുപോലെ സാപ്പോറോഷ്യ തുടങ്ങിയ തന്ത്രപ്രധാനമായ യുക്രൈന്റെ പല പ്രദേശങ്ങളും ഇതിൽ പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളെല്ലാം റഷ്യയുടെ ഭാഗമാണെന്നാണ് പുടിൻ ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇത് മറ്റ് രാജ്യങ്ങളൊന്നും അംഗീകരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതുപോലെ യൂറോപ്യൻ നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം പുടിൻ ഈ യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. റഷ്യയെ തകർക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അതുപോലെ യൂറോപ്യൻ നേതാക്കളും ഇത്രയും കാലം വെച്ച് പുലർത്തിയിരുന്നതെന്ന് പുടിൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. അതുമാത്രമല്ല, റഷ്യ നേറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാൻ പോകുന്നുവെന്നുള്ള ഒരു നുണപ്രചാരണം ഈ ബൈഡനും അതുപോലെ യൂറോപ്യൻ നേതാക്കളും നടത്തി. അത് മാത്രമല്ല, പുടിൻ നല്ല ദേഷ്യത്തിലാണ്. പുടിൻ പറഞ്ഞത്, ഈ യൂറോപ്യൻ രാജ്യ നേതാക്കളെ പറ്റി പറഞ്ഞത് പന്നിക്കുട്ടികളെന്നാണ്. അത് വലിയ രീതിയിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്തയായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.